വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ റസ്റ്റേഴ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് ഗ്രാനി ചാപ്റ്റർ 1 ആണ്. വീഡിയോയ്ക്ക് പോണേക്കാൾ മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ഗൈസ്, ഇവിടെ എന്തൊക്കെ നടക്കും അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഗൈസ്, നമുക്ക് എന്തെങ്കിലും ഇവിടെ ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ഗ്രാനിയും കൂട്ട് വന്നോളും. അപ്പോൾ നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോകാം ഗൈസ്. ബാത്റൂമിൽ എന്തുണ്ട്? ഹായ്, കാർക്കിയുണ്ട്. അത് നല്ലതാണ് ഗൈസ്, നല്ലൊരു തുടക്കമാണ്. ഹായ്, ഗ്രാനി അവിടെ വന്ന് നിൽക്കണ്ട കേട്ടോ. ദേ ഗൈസ്, നമ്മൾ ഗ്രാനി കണ്ടു, നോ പ്രോബ്ലം. ശേഷം ലാഗ് ഉണ്ട് ഗൈസ്, നല്ല ലാഗ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ഇവിടെ എന്തുണ്ട്? ഈ ഡ്രോറിൽ എന്തുണ്ട്? ഹായ് ചമ്മി, രണ്ടുണ്ടയുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ എന്തുണ്ടെന്ന് നോക്കാം ഗൈസ്. ഈ ഡ്രോവറിൽ ഹായ്, വീണ്ടും ചമ്മി. ഇവിടെ രണ്ട് ഉണ്ടയുണ്ട്. ഇവിടെ ഗൈസ് വിൻഡ് ഹാൻഡിലുണ്ട്. ദാറ്റ് ഈസ് നൈസ്. നമുക്ക് എന്തായാലും മടിയിലേക്ക് പോവാം ഗൈസ്. ഗൈസ്, എൻ്റെ ഉദിക്കാത്ത തലയിലുള്ള ഒരു ബുദ്ധി ഞാൻ കാണിച്ചു തരാം ഗൈസ്. നോക്കിക്കോ, നമ്മളിവിടെ ശബ്ദം ഉണ്ടാക്കിയ ഗ്രാനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ വന്ന് ശബ്ദം ഉണ്ടാക്കിയ ഗ്രാനി ഇങ്ങോട്ട് വന്നാളും. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഓക്കെ, ഇവിടെ നമ്മൾ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രാനി ഇങ്ങോട്ട് വന്നോളും. നേരെ നമുക്ക് അപ്പം കാറിൻ്റെ ഡിക്കി പോയി തുറക്കാമല്ലോ. ഓക്കെ ഗൈസ്, എന്തായാലും ഓക്കെ, നമ്മൾ കാറിൻ്റെ ഡിക്കിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? നമുക്ക് ആദ്യം തന്നെ വെപ്പൺ കീ കിട്ടി ഗൈസ്. ദാറ്റ്സ് നൈസ്, നല്ലൊരു തുടക്കമാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഈ വെപ്പൺ കീ അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഗ്രാനിക്ക് ഇത്തിരി തന്തൂരി ചിക്കൻ വാങ്ങിക്കൊടുക്കാം ഗൈസ്. തന്തൂരി ചിക്കൻ ഗൈസ്, മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഗ്രാനി നമ്മളെ തന്തൂരി ചിക്കനാകും ഗൈസ്. എന്നിട്ട് ഇപ്പോൾ ഗ്രാനി അങ്ങോട്ട് പോയിണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, എവിടെ? എൻ്റെ മോനെ ഗൈസ്, അവിടെ നിൽക്കണ്ടായി ഗ്രാനി. എന്തായാലും പോട്ടെ, നമ്മൾ ഇവിടെ വിളിച്ചിരിക്കും ഗൈസ്. ഓ എൻ്റെ മോനെ, അവിടെ ഉണ്ട് ഗൈസ്, അവിടെ ഉണ്ട്. പോയി ഇവിടെ ഒന്നുകൊണ്ട് ശബ്ദം ഉണ്ടാക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നോളൂ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, പോയിണ്ടാവണം. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ് കുറച്ച് നേരം. ഓക്കെ, പോയില്ലേ ഗൈസ്? ഇപ്പോൾ പോയി ഗൈസ്. എന്നാലും വെപ്പൺ തുറന്ന് ദേ പോണ് ഗൈസ് വനമാല. ഹേയ് വനമാല, നിൽക്കൂ, ഞാനൊരു അടി തന്നിട്ട് പോവാം. നിൽക്കൂ വനമാല. ഗൈസ്, നമുക്കപ്പോൾ പണി കൊടുക്കാം. അമ്മേ, ഹല്ലേലൂയ, സ്തോത്രം ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മളെ ഗ്രാനി പാനിപൂരി ആക്കിയിട്ടുണ്ട്. പാനിപൂരി ഇനി ഗൈസ് അടുത്തത് നമുക്ക് ബേൽപൂരി വാങ്ങിക്കൊടുക്കാം. അതൊക്കെ സെറ്റാണ് ഗൈസ്. ഗ്രാനിക്ക് അടുത്തത് ബേൽപൂരിയാണ് നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കും വെപ്പണം കൊണ്ട് ഗൈസ്. റിവഞ്ചാണ് ഗൈസ്, ഗ്രാനിയുടെ മേത്തുള്ള റിവഞ്ച് ഇനി അടുത്തത് ഗൈസ്. എന്നാലും നമുക്ക് നേരെ പോയി വെപ്പൺ എടുക്കാം. ഗൈസ്, ഇപ്പോഴാണ് പറഞ്ഞത് ഗ്രാനി ഈസ് നോ ഗോൺ ഫോർ അബൌട്ട് 2 minutes. ഇപ്പോഴാണ് ഗൈസ് ഗ്രാനി ചത്ത. വാട്ട് ഗൈസ്, അതെന്താണ്ട് ബഗ്ഗാണ്. ഞാൻ നേരെ ഇട്ട് അടിച്ചതാണ്, പക്ഷെ ഗ്രാനിയുടെ മേത്ത് കൊണ്ടില്ല. എന്താണ് ബഗ്ഗ? എന്തായാലും നമുക്ക് സ്ക്രൂ ഡ്രൈവർ തട്ടിയിടാൻ പോകാം ഗൈസ്. ഓക്കെ, തട്ടുമെങ്കിൽ അത് വീണമെങ്കിൽ ഇനി എന്തായാലും ഇവിടെ എന്തുണ്ട്? മെലോൺ, വത്തക്ക. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇവിടെ വെപ്പൺ ഇടാം. ഗ്രാനി വന്നാൽ അതിന് ബേൽപൂരി വാങ്ങിക്കൊടുക്കണ്ടേ ഗൈസ് നമുക്ക്. എന്തായാലും സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ മറ്റേ സ്ക്രൂ തുറക്കണ്ട അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് നോക്കാം ഗൈസ്. വല്ല റെസ്റ്റി പാഡിലോക്കി മതിയായിരുന്നു. വാട്ട്? സേഫ് കീയുടെ അകത്തുനിന്ന് മിക്കവാറെങ്കിൽ ചെയിൻ കട്ടർ കിട്ടും ഗൈസ്. ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ, കഴിഞ്ഞ കളിയിൽ നമുക്ക് ചെയിൻ കട്ടർ കിട്ടിയിട്ടുണ്ടായി. ഗൈസ്, എൻ്റെ ഗസ്സ് ശരിയായിരുന്നു, ചെയിൻ കട്ടർ തന്നെയായിരുന്നു. നമുക്ക് ദീ വഴിക്കൂടെ അപ്പുറത്തേക്ക് ഇടാം ഗൈസ്. വിളിച്ച ഓഫ് പിന്നെ വീണ്ടും ഇടും നമ്മൾ. ഗുൽജാസിം നമുക്ക് നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഇടാം ഗൈസ്. അല്ലെങ്കിൽ ഗ്രാനി നമ്മളെ വീണ്ടും തന്തൂരിച്ചിക്കൻ അടിക്കും. നമുക്ക് തന്നെ മാറാം, ഇവിടെ നിന്ന് മാറിയിരിക്കാം. ഓക്കെ, ഗ്രാനി എവിടെ? വേണ്ട, നമുക്ക് വലിയ അഭ്യാസം വേണ്ട. ഗ്രാനിയുടെ അടി കിട്ടിയാൽ നല്ല രസമുണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് കാക്കയുടെ സ്ഥലത്ത് എന്താണെന്ന് നോക്കാം. ഇവിടെ റിമോട്ട് കൺട്രോൾ ഉണ്ട്. ദാറ്റ്സ് നൈസ്.
റിമോട്ട് കൺട്രോളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മറ്റേ ആ കോലുണ്ടാവും ഗൈസ്, അല്ലെങ്കിൽ അടിയിലുണ്ടാവും. ഇവിടെ എന്തുണ്ട്? ഓ റെസ്റ്റിപ്പള്ളൊക്കെ ഉണ്ട് ഗൈസ്, അത് നല്ലതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടിയിൽ പോയി നോക്കാം. ഇവിടെ എന്തുണ്ട്? ഇറച്ചിയുടെ ആവശ്യമൊന്നുമില്ല ഗൈസ് നമുക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ റിമോട്ട് കൺട്രോൾ കൊണ്ടുപോയി തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്രേ ബോട്ടിലെടുത്ത് കാക്കയുടെ കണ്ണിയിലടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പം ചിലപ്പോൾ കാക്ക എഴുന്നേറ്റ് പൊക്കോളും. അങ്ങനെയാണ് ഗൈസ് ഞാൻ വീഡിയോയിൽ കണ്ടേക്കുന്നത്. എൻ്റെ മോനെ, അവിടെ നിൽക്കുകയാണ്. എന്താണ് പേടിക്കണേ? ഞാൻ തന്തൂരി ചിക്കൻ തരും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ തന്തൂരി ചിക്കൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗ്രാനി ഹാപ്പി ആയിട്ടുണ്ട്. ഗ്രാനിയുടെ ഹാപ്പിനെസ് ആണ് ഗൈസ് നല്ലത്, വലുത്. അപ്പോൾ ഗൈസ് നമ്മളെ ഗ്രാനിയെ തന്തൂരി ചിക്കൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഗൈസ് സ്പ്രേ ബോട്ടിലുണ്ട്. നമുക്ക് ഈ ഡോർ അടച്ചേക്കാം. എന്നിട്ട് ഈ ബത്തക്ക കൊണ്ടായി മുറിക്കാം ഗൈസ്. 4 രീതിയിൽ മുറിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് യാർഡിലേക്ക് ചാടിയിട്ടുണ്ട് ഗൈസ്. എന്നാലും ബാക്ക് യാർഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ തല്ലിപ്പൊട്ടിക്കോ സിംസേ. ഇവിടെ മാസ്റ്റർ കീ ഒരു ആവശ്യമില്ലാത്ത സാധനം. ഇവിടെ എന്തുണ്ട്? ഗൺ പാർട്ടുണ്ട്. അതും ആവശ്യമില്ല ഗൈസ്. നമുക്ക് എന്തിനും ഗൺ പാർട്ട് വെപ്പണുള്ളപ്പോൾ എന്തിനാണ് ഗൈസ് നമുക്ക് ഗൺ പാർട്ട്. അതുകൊണ്ട് നമുക്ക് ഗൺ പാർട്ട് വേണ്ട ഗൈസ്. ഇവിടെ കേസ് ഒരു 2 പറഞ്ഞ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തേക്കും സിവറിൽ നമുക്ക് ലിഫ്റ്റിൽ കയറിപ്പോയി തുറക്കാനുള്ളതാണ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്, അടുക്കളയിൽ അല്ല കിച്ചണിൽ ഒന്നുമില്ല ഗൈസ്. പിന്നെ എന്തിനാ അവിടേക്ക് സാധനം പണിഞ്ഞു വെച്ചാണ്. എന്തായാലും നമുക്ക് പെപ്പർ സ്പ്രേ എടുത്ത് നേരെ അടിയിലേക്ക് പോയി കാക്കയുടെ കണ്ണിയിലടിക്കാം. അതിന് മുമ്പ് ഇവിടെ ഒന്നുണ്ട്. ഇവിടെ ഗൈസ് ബുക്കുണ്ട്, സിവറിലേക്ക് പോകാനുള്ള ബുക്ക്. പഠിപ്പിക്കുക കൊണ്ടുപോയി കൊടുക്കണം ഗൈസ്, അല്ലെങ്കിൽ പഠിപ്പിക്കുക അറിയും. ഓക്കെ, നമ്മൾ നിലത്ത് കൊണ്ടുപോയി മറ്റേ കാക്കേനെ പെപ്പർ സ്പ്രേ അടിച്ച് കാക്ക ഫ്രൈ ആക്കാം ഗൈസ്. നമുക്ക് കാക്ക ഫ്രൈ ആക്കി റെസ്റ്റ് പെഡലൊക്കെ എടുക്കാം ഗൈസ്. ഇവിടെ ഗ്രാനി ഉണ്ടോ? ഇല്ല ഗൈസ്, അവിടെ ഗ്രാനി ഇല്ല. അത് നമ്മുടെ ഭാഗ്യം. എൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. ഓക്കെ, മാറൂ ഗൈസ്. കാക്ക നമ്മുടെ അമ്മൂമ്മേനേക്കാൾ സ്ട്രോങ്ങാ. ഓക്കെ ഗൈസ്, അപ്പം മസിൽ കാക്ക ചെയ്തുകൊണ്ട് മേത്ത് ഈ സാധനമൊന്നും പറ്റിയില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നമ്മൾ ചെയിൻ കട്ടർ എടുത്താളാ ഗൈസ്. നമ്മളെന്നിട്ട് എടുക്കാം. അയ്യോ ഗൈസ്, നമ്മൾ മറ്റേ വിൻഡ് ഹാൻഡിലല്ല എടുക്കാൻ വന്ന, നമ്മൾ ഇങ്ങോട്ട് വന്നേ. പക്ഷെ അവിടെയല്ലേ വിൻഡ് ഹാൻഡിൽ. നമ്മളെന്തായാലും ബാക്ക് അടിക്ക് പോവാം. ഓക്കെ, നമ്മൾ ഗൈസ് വിൻഡ് ഹാൻഡിൽ എടുക്കാമല്ലോ വന്നത്. ബാക്ക് ഹാൻഡിൽ എവിടെയാണ് വിൻഡ് ഹാൻഡിൽ? ഓക്കെ ഗൈസ്, ഇപ്പോഴാണ് ഇത്തിരി സ്ഥലം മനസ്സിലായേ. ഞാൻ മറന്നുപോയി ഗൈസ്, ശരിക്കും പറഞ്ഞാൽ വിൻഡ് ഹാൻഡിൽ എവിടെ ഇരിക്കണേന്ന്. നമ്മൾ നേരെ പോയി വിൻഡ് ഹാൻഡിൽ എടുക്കാം ഗൈസ്. എവിടെയാണെന്ന് മനസ്സിലായി. 3-4 പെട്ടി വെച്ചല്ലേ ഗൈസ്, അവിടെ തന്നെ ഉണ്ട് വിൻഡ് ഹാൻഡിൽ, ഇതിൻ്റെ മുകളിൽ. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മൾ ഗ്രാനി വരണ്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്രാനി വീണ്ടും നമ്മളെ തന്തൂരി ചിക്കൻ അടിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബി കെയർഫുൾ ടു പ്ലേ ഗ്രാനി, അത്ര തന്നെ. ഇതെന്തായാലും ബാക്ക് അടിക്ക് പോവാണ്. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. ശരി, ഓക്കെ നമ്മൾ നേരം ഇവിടെ ശബ്ദം ഉണ്ടാക്കി ഗ്രാനി വരുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇനി ഗ്രാനിയുടെ തന്തൂരി ചിക്കൻ അടിച്ച് ഗ്രാനി കം ഓൺ ഇൻ ദ സ്റ്റേജ്. അതെ ഗൈസ്, നല്ല ആൻസറിനുള്ള ഗ്രാനി വിളിച്ചപ്പോഴേക്കും വന്നു. അടുത്ത സെക്കൻഡ് തന്തൂരി ചിക്കൻ ഓഫ് ഗ്രാനി വേണ്ടവർ യൂട്യൂബിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പൈസ എന്തായാലും വിൻഡ് ഹാൻഡിലെടുത്ത് നേരെ അടിയിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്ക് ഒരു പ്രിയപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ബുക്ക് കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്ക് വിഷമായി പഠിപ്പ് വല്ല ആത്മഹത്യയും ചെയ്തു പോകും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ബുക്ക് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, നമ്മളപ്പോൾ ബുക്ക് എടുത്തിട്ടുണ്ട്. പഠിപ്പി വിഷമിച്ചേ, ഈ ബുക്കില്ലാണ്ട് പഠിപ്പിക്ക് ജീവിക്കാൻ പറ്റില്ല. ശേ, എന്തൊന്ന് പറയാമെന്ന് നോക്ക് ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ ബുക്ക് കൊണ്ട് വെക്കാൻ പോവുകയാണ്. പഠിപ്പി ഈസ് ഹാപ്പി ഈസ് ഗോൺ. പഠിപ്പി എന്തായാലും ഗൈസ് ഹാപ്പി ആയിട്ടുണ്ട്, നമ്മൾ ബുക്ക് കൊണ്ടുപോയി വെച്ചോണ്ട് മാത്രം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അടിയിലേക്ക് ചാടാം. ഓക്കെ, എന്തായാലും ഇനി വിൻഡ് ഹാൻഡിൽ വെക്കാൻ പോകണം. നമ്മൾ നേരെ ബാക്ക് അടിക്കോടെ പോവുള്ളൂ ഗൈസ്, കാരണം ബാക്ക് അടി കൊണ്ടുപോയി വെക്കേണ്ടത് ഗൈസ്. നമ്മൾ അവിടെ ബാക്ക് അടി കൊണ്ട് വെച്ചിട്ടില്ല.
എടുക്കണം ഗൈസ്. നമ്മളെന്തായാലും എടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇത് നമ്മളെ ബിഞ്ച് ഹാൻഡിൽ അങ്ങനെ സക്സസ്ഫുള്ളി എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ കൊണ്ടായി തിരിക്കാം ഗൈസ്, തിരിക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ കൊണ്ടായി തിരിക്കുന്നുണ്ട്. ഇരിക്കലല്ലോ, നമ്മളിപ്പോൾ തിരിക്കുന്നുണ്ട് ഗൈസ്. പമ്പരം കണക്കിന് കറങ്ങി ഞാൻ ഇന്നെങ്ങനെ എത്തോ ഗൈസ്? ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, ഹായ് എൻജിൻ പാർട്ടോ. എന്തിന്? നമുക്കൊന്നും വേണ്ട ഇവിടെ ഗൈസ്. എൻജിൻ പാർട്ട് മാസ്റ്റർ കീ കിട്ടി. എന്തിന്? സിവർ എസ്കേപ്പിന് അതൊന്നും വേണ്ടല്ലോ. പിന്നെ തന്നെ അതൊക്കെ നമുക്ക് തരണേ. നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു കോലിതാ, അല്ലെങ്കിൽ ഇറച്ചിപ്പെടലൊക്കെ ഫ്രീ ആയിട്ടതാ. ഞാനിപ്പോൾ ആവല്ലേ എസ്കേപ്പായി പൊക്കോട്ടെ. ഹിഹി. എന്തായാലും ഗൈസ് ഗ്രേനു നന്നിട്ടുണ്ടാവണം. നമുക്ക് പെപ്പർ സ്പ്രേ വേണ്ട ഗൈസ്. പെപ്പർ സ്പ്രേ ഐ ഐ ഐ ഐ ഞാൻ എന്തൊക്കെ ചെയ്യണേ? നമ്മളെന്തായാലും സ്പെഷ്യൽ കീ മേളിൽ കൊണ്ടുപോയി വെക്കണം ഗൈസ്. ഞാൻ അതായിരുന്നു ഗൈസ് ഇത്ര നേരം തപ്പിക്കൊണ്ടിരുന്നത്. അത് അവിടെ തന്നെ ഇരിക്കണ്ടായി. ഞാൻ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം ഞാൻ കണ്ടില്ലത്. അമ്മേ, എൻ്റെ അപ്പൂനെ ഗ്രേന വിട്ടുണ്ട ഗൈസ്. ഇപ്പം കയറി ചെന്നെങ്കിൽ 2 ഉണ്ട നമ്മുടെ നെഞ്ചത്തേക്ക് കയറിയാണ്. ഹേ ഗ്രാനി ചെല്ലക്കുരുവി, കമോൺ ഇൻ ദ സ്റ്റേജ് കമോൺ. ഓക്കെ, അയ്യോ പെട്ടേ. ഞാൻ പെപ്പർ സ്പ്രേ എടുക്കട്ടെ ഗൈസ്. ഗ്രാനി സോറി 5 മിനിറ്റ് വെയിറ്റ്. ഗ്രാനിയേ കമോൺ. പെപ്പർ സ്പ്രേ ഇല്ല ഗൈസ്, അതുകൊണ്ട് പ്രശ്നമില്ല. പെപ്പർ സ്പ്രേ ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെട്ടു. തന്ത്രപരമായി നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ നീങ്ങി പോവാം. ഓക്കെ ഗൈസ്. എൻ്റെ മോനെ ഗ്രാനി ഗൈസ് ഇപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ അടിച്ചാനെ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും മേളിൽ കൊണ്ട് സ്പെഷ്യലിക്ക് വെച്ച് ഷിബു ചേട്ടൻ്റെ അടുത്തുനിന്ന് ഒരു ഗ്ലിച്ച് യൂസ് ചെയ്ത് അവിടെ നിന്ന് എന്തുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ അതെടുത്ത് നേരെ അടിയിലേക്ക് വരുന്നതാണ്. ഓക്കെ ഗൈസ്, ഇനി ഷിബു ചേട്ടോ കമോൺ ഇൻ ദ സ്റ്റേജ്. ഷിബു ചേട്ടൻ കമോൺ ഇൻ ദ സ്റ്റേജ്. ഷിബു ചേട്ടാ. ഓക്കെ, ഷിബു ചേട്ടാ അവിടെ സ്റ്റക്കായിട്ടുണ്ട്. നമ്മൾ സ്റ്റക്കാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്? യെസ്, ബേഡ് സീഡ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് റെസ്റ്റിപ്പള്ളോക്കിയും അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നിലത്തേക്ക് പോകാം. ഇവിടെ ഗൈസ് നമ്മൾ ശബ്ദമുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഗൈസ് അവിടെ മറ്റേ സ്പെഷ്യൽ ഗെയിം ഇവിടെ സ്പൈഡർ ഗെയിം വീണ ശബ്ദം കേൾക്കുന്നുണ്ട്. പറ്റിയുടെ കീ ഇട്ടെന്ന് തോന്നണം ഗൈസ്. എന്തായാലും നമുക്ക് നിലത്തേക്ക് പോകണം ഗൈസ്. നമ്മൾ ഈ ഷോർട്ട് കട്ട് എടുക്കും. ഗ്രാനി വാ, കമോൺ ഇൻ ദ സ്റ്റേജ്. ഗ്രാനി കമോൺ. ഗൈസ് ഇതുവരെയായിട്ട് വന്നല്ലേ? ഗൈസ് 100 ഐസാണ് ഗ്രാനി, 100 ഐസ്. ഓക്കെ, നമ്മളെന്തായാലും ഈ വഴി കൂടെ ചാടുകയാണ്. ഓക്കെ, സേഫ് ലാൻഡ് ആയിട്ടുണ്ട്. ഈ വഴി കൂടെ ചാടിയിട്ട് നമ്മളെന്തായാലും കാക്കയെ കൊണ്ടായി തീറ്റ കൊടുത്തില്ലെങ്കിൽ കാക്ക നമ്മളെ കൊത്തും ഗൈസ്. കാക്ക പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് വിഷമിച്ചിരിക്കും. നമ്മളെന്തായാലും കാക്കയുടെ അടുത്തേക്ക് പോണേക്കാളും മുമ്പ് ഇവിടെ എൻ്റെ പൊന്നെ ഗൈസ് നമ്മുടെ വെപ്പണില്ലേ, വെപ്പണിൻ്റെ സാധനം കാണാനില്ല. അത് പ്രശ്നമില്ല ഗൈസ്. നമുക്ക് എന്തായാലും കാക്ക തീറ്റ കൊണ്ടേ കൊടുക്കാം, അല്ലെങ്കിൽ കാക്ക കരയും. ബേഡ് സീഡ്. ഓക്കെ, ബേഡ് സീഡ് എന്നല്ലേ? ഓക്കെ, നമ്മളപ്പോൾ ബേഡ് സീഡോടെ ഇട്ടിട്ടുണ്ട്. കാക്ക അവിടെ കഴിക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റിപ്പെഡിലൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണ്ടത് മറ്റേ വുഡൻ സ്റ്റിക്ക് കോലി, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് നമുക്ക് ഇവിടെ ഇടാം ഗൈസ്. ഓക്കെ, നമ്മൾ ഗൈസ് ഇനി പെപ്പർ സ്പ്രേ എടുക്കുക. എന്തെടുക്കണ്ടേ? ഇവിടെ ശബ്ദം ഉണ്ടാക്കുക. എന്നിട്ട് പെപ്പർ സ്പ്രേ എടുക്കുക. ഗ്രാനി പറഞ്ഞവരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. ഗ്രാനി കമോൺ ഇൻ ദ സ്റ്റേജ്. എന്നിട്ട് ഞാൻ ഇത്തിരി കണ്ണിൽ മുളക് പൊട്ടി അടിച്ചിട്ട് ഞാൻ പൊക്കോടാവേ. ഗ്രാനിയേ ഗ്രാനി. അതെ ഗൈസ്, വന്ന് ഗ്രാനി ഗൈസ് മ്യൂസിക് ഇട്ടോട്ടൊക്കെയാണ് വരുന്നത്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹേയ് പ്രാന്തത്തി തള്ളേ, കമോൺ. അല്ല മാറി നിൽക്ക് തള്ളേ. എന്നിട്ട് വേണമെങ്കിൽ അടിയിട്ട് ഞാൻ ചാവാൻ ഗൈസ്. എന്നാലും നമുക്ക് സ്പൈഡർക്ക് എടുത്ത് നേരെ സിവറിലേക്ക് പോവാം ഗൈസ്. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സിവറിലേക്ക് പോയി ആ നമ്പർ അടിച്ച് നമ്മുടെ തന്ത്രപരമായി ഒരു കാര്യം ചെയ്യാൻ പോണു ഗൈസ്. എൻ്റെ ഉദിക്കാത്ത തലയിലെ നമ്പർ 2 മിത്ത്. ഇവിടെ ശബ്ദം ഉണ്ടാക്കാം, നിലത്തേക്ക് ചാടാം.
സിമ്പിളാണ് ഗൈസ്. ഇപ്പം ഗ്രാനും അറിയില്ല, ആരും അറിയില്ല. നമ്മൾ നേരെ സിവറിലേക്ക് ചാടാൻ പോവാണ്. ആരും അറിയില്ല ഗൈസ്. ഗ്രാനിയുടെ കണ്ണിൽ മുളക് പൊടി ചെയ്തുകൊണ്ട് ഇത് കാണില്ലേ, 2 സെക്കൻഡത്തേക്ക് മാത്രം. ഹൈ ഗ്രാനി, ഗ്രാനി ഗ്രാനി കമോൺ. ദേ വരുന്നു. ഇങ്ങോട്ട് വാങ്ങിട്ട് പെട്ടെന്ന് വാ, എനിക്ക് സിവറിലേക്ക് ചാടാനുള്ളതാ. വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ചാടിയിട്ടുണ്ട് സിവറിലേക്ക്. ഇനി സെലിന്തിലമ്മച്ചീനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ച് മുടിപ്പിക്കണം. നമ്മളെന്തായാലും ഗൈസ് ഇന്ന് ഈ നൈറ്റിലൂടെ ഇവളൊന്ന് എസ്കേപ്പ് ആവും. 100% ഉറപ്പാണ്. ഇവിടെ ഗൺ പാർട്ട് ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ വേണപ്പെട്ട പോലെ സാധനമല്ലേ, അതിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇന്ന് രക്ഷപ്പെടും ഗൈസ്. നോക്കിക്കോ. ഷോ നമ്മൾ നല്ല സ്പീഡിൽ ഓടി. നമ്മൾ ലിഫ്റ്റ് കയറാനാണ് ഗൈസ് വന്നതാണ്. ഇപ്പം എന്തായാലും സെലിന് നമ്മച്ച് ആ വഴി പോയിണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തായാലും ഈ വഴി കയറി ലിഫ്റ്റിക്ക് ഓടി കയറാം ഗൈസ്. ഏത് മൂഡ്, ഓടി കയറുന്ന മൂഡ്. ഒന്ന് തുറക്കടി ഗൈസ്. ഇതിന് ഭയങ്കര ഡിലേ ആണ് ഈ ലിഫ്റ്റിന്. പതുക്കെ തുറക്കുള്ളൂ. ഒന്ന് തുറക്ക്. ഓക്കെ, തുറന്നുണ്ട്. നമ്പർ 2 ആണ് നമ്പർ. അടിംപ്ലേസ് എനിക്ക് ആവശ്യം കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. ഓക്കെ, അടിയിലേക്ക് പോട്ടെ സവാള ഗിരി. ഇതിൽ സെല്ലുന്ന നമ്പർ ഇവിടെ ഇല്ല ഗൈസ്. ഇവിടെ ഞാൻ കാണുന്നില്ല. നമുക്ക് കണ്ണ വഴി ഓടാം. എങ്ങാനും പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാലേ നല്ല രസമുണ്ടാവും ഗൈസ്. നമ്മൾ കട്ടിംപ്ലേസ് ഇവിടെ ഇട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ അപ്പുറത്തെ റൂമിൽ എന്തിട്ടുണ്ട്. വാവ്, നല്ല സാധനം തന്നെ നമുക്ക് കിട്ടി ഗൈസ്. ഇപ്പം എന്തായാലും സെലിനെ പറ്റി ഒന്നും കിട്ടാതെ പോലെ ഓടി വരും ഗൈസ്. എനിക്കറിയായിരുന്നു, ഞാൻ ശബ്ദം കേട്ടു ഗൈസ്. സെലിനെ പറ്റി ഇങ്ങോട്ട് ഓടി വരണേ. ഹേയ്, എന്താണ് ഇവിടെ നോക്കി നിൽക്കണേ? എന്താണ് പരിപാടി? മോളെ വീട്ടിൽ എന്തായാലും ഗൈസ് നമുക്ക് സെലിനെ അമ്മച്ചീനെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് ഗൈസ് നമ്മുടെ ബേസിലേക്ക്, അതായത് ഈ വഴിയിലേക്ക്. എന്തായാലും ഗൈസ് നമുക്ക് കട്ടിംഗ് പ്ലെയർ ഹാമറും കിട്ടിയിട്ടുണ്ട്. അത് നല്ലതാണ്. ചിറ്റിയും കട്ടയാണ് സാധനം ഗൈസ്. എന്നാലും നമുക്ക് മേളിൽ പോയി നോക്കാം. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒന്നുമില്ല. ഇവിടെ 2 ഉണ്ട്. ഗൈസ്, എന്നാലും നമുക്ക് നിലത്തേക്ക് ഇറങ്ങാം ഗൈസ്. ഇവിടെ സെല്ലുമ്പോൾ ഇതേ വരുന്നുണ്ട്. അതവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു വരുള്ളൂ. അതിന് മൈൻഡാക്കാണ്ടിരുന്നാൽ മതി ഗൈസ്. നമ്മളെന്തായാലും സക്സസ്ഫുള്ളി ഹാമറും കട്ടിംഗ് പ്ലെയറും സിവറിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നൈസ്. ഓക്കെ, നമ്മൾ കട്ടിംഗ് പ്ലെയേഴ്സ് എടുത്തിട്ടുണ്ട്. നിലത്തേക്ക് കൊണ്ടുപോയിടാം. ഇപ്പം ഗ്രാനിയുടെ വരുന്നുണ്ടാവും. അതിന് മുമ്പ് നമ്മൾ ഹാമർ എടുത്ത് കണ്ണ വഴി ഓട്ടും ഗൈസ്. അതാണ്. ഓക്കെ, നമ്മളിവിടെ നിന്ന് പതുങ്ങി നിന്നാൽ ചിലപ്പോൾ ഗ്രാനിനെ കാണാം. ദേ പോണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്കറിയായിരുന്നു ഗ്രാനി ഉണ്ടാവുന്നത്. നമ്മളെന്താ ഇപ്പം തന്നെ മേളിലേക്കാണ് പോണേ. മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റേ കോയിലുണ്ടെങ്കിൽ അതൊരു നൈസല്ലേ, നൈസ്. അല്ലെങ്കിൽ നമ്മൾ നേരെ അടിയിൽ കാക്കയുടെ സ്ഥലത്തേക്ക് പോകും ഗൈസ്. കാക്ക കൂടെ അവിടെ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ കുതി തുറന്നു കഴിഞ്ഞാൽ എന്തുണ്ട് ഇവിടെ? ഹായ്, നോക്കട്ടെ. ഞാൻ കണ്ടില്ലേ ശരിക്കും. എന്തുണ്ട്? 2 ഉണ്ട്. അവിടെ ഗൺ പാർട്ട് ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ല ഗൈസ്. നമുക്ക് ഒരു വെപ്പണുള്ള, ആ വെപ്പണാണെങ്കിൽ പോയി. നമ്മൾ 2 പ്രാവശ്യം ഗ്രാനീനെ കൊന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ഒരിക്കലും ഗ്രാനീനെ കൊള്ളില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ എസ്കേപ്പ് ആവാറ ഗൈസ്. ഞാൻ ഗ്രാനീനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ ഗ്രാനി ഇങ്ങോട്ട് വരും. അപ്പം എൻ്റെ 360 ഡിഗ്രി ബുദ്ധി പറഞ്ഞിരുന്നത് ഈ വഴി കൂടെ ചാടാനാണ് ഗൈസ്. നമുക്ക് എന്തായാലും ആ ട്രിക്ക് തന്നെ യൂസ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഗ്രാനി come on in the stage, come on. ടെസ്റ്റ് നമ്പർ 2 ഗ്രാനി ഷോ. ഓക്കെ ഗൈസ്, ഗ്രാനി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങോട്ട് ചാടാം. ഓക്കെ, നമ്മളപ്പോൾ ചാടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ണം വഴി ഓടാം. ഓക്കെ, എന്നാലും നമ്മൾ നിലത്ത് പോയി മറ്റേ ബാക്ക് യാർഡിൽ ഒരു ചെറിയ വഴിയില്ല, ആ വഴി കൂടെ ചാടാം ഗൈസ് നമുക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ചാടാം. ഓക്കെ തുറന്നിട്ടുണ്ട്. തുറക്ക്. ഓക്കെ, നമ്മളപ്പോൾ ചാടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ സ്റ്റിക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്കിന്ന് ബിരിയാണി അടിച്ചു ഗൈസ്. ഇവിടെ സ്റ്റിക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്കിന്ന് ബിരിയാണി അടിച്ചു, 100% ഉറപ്പാണ്. അങ്ങനെ നോക്കാം. ഇവിടെ സ്റ്റിക്ക്. ഓക്കെ, 1 2 3 മാണ്ട്രൈ മാണ്ട്ര ഡ്രൈ. ഓക്കെ, മാണ്ട്രി ഉണ്ട്.
യോ നമുക്കപ്പോൾ വുഡൻ സ്റ്റിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗൈസ് എസ്കേപ്പായി, പകുതി മുക്കാൽ എസ്കേപ്പായി. നമ്മൾ എസ്കേപ്പായെന്ന് വെച്ചാൽ എസ്കേപ്പായി. ഗ്രാനി എന്തെങ്കിലും ഇങ്ങോട്ട് വന്നോളും, അത് മൈൻഡ് ചെയ്യണ്ട ഗൈസ്. നമുക്ക് എന്തെങ്കിലും 3 സാധനം കിട്ടിയിട്ടുണ്ട്. ആ 3 സാധനം അവിടെ കൊണ്ടുപോയിടാം. അല്ലേ ഗൈസ്, നമുക്ക് 2 സാധനം ഇട്ടാൽ മതി. 3ാമത്തെ സാധനം നമ്മുടെ കൈ പിടിച്ച് അങ്ങോട്ട് പോവുക, അതാണ് നല്ലത്. അപ്പം നമ്മൾ വുഡൻ സ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ ചെയിൻ കട്ടർ എടുക്കാം ഗൈസ്. ഇപ്പം ഗ്രാനി വരും. അതിന് മുമ്പ് നമ്മൾ കൊണ്ടുപോയിട്ടും ഗൈസ് ചെയിൻ കട്ടർ കൂടി എടുക്കട്ടെ. എൻ്റെ മോനെ, ചെയിൻ കട്ടർ പെപ്പർ സ്പ്രേ എടുക്കാം ഗൈസ്. ഗ്രാനി വരുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട എനിക്ക്. എങ്ങോട്ട് പോണേ? ഇതെങ്ങോട്ടാ പോണേ? എൻ്റെ പൊന്ന് പെപ്പർ സ്പ്രേ ഒന്നും മര്യാദക്കിരിക്കി ഗൈസ്. പെപ്പർ സ്പ്രേ എന്നൊക്കെ വായ കൊള്ളാത്തവരെ പേരിട്ടിട്ട്. വന്ന് ഗൈസ്, വന്ന്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഗ്രാനി എന്തായാലും ഇങ്ങോട്ട് വരും. എൻ്റെ അടുത്ത ബുദ്ധി പറയുന്നത് ഗ്രാനീനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഈ കാറിനെ നമ്മൾ വട്ടം നിറങ്ങിയാൽ ചുറ്റി കറങ്ങിയാലോ എന്നൊരു ചിന്ത. അപ്പോൾ നമ്മളിവിടെ വട്ടം നിറങ്ങി കളിക്കാൻ പോവാണ് കുറച്ച് നേരം. ഗ്രാനി കമോൺ, ലെറ്റ്സ് പ്ലേ വട്ടം നാരങ്ങ. ഹൈഡൻസൊക്കെ വിട്ട് കളാം. എന്നാലും നമുക്ക് വട്ടം നാരങ്ങ ചുറ്റി കളിക്കാം. ബാ കമോൺ. ഓക്കെ, വട്ടം നാരങ്ങ ചുറ്റി കറങ്ങിയാലോ, വട്ടം നാരങ്ങ. ഇനി അമ്മമ്മയുടെ ഇഷ്ടമുള്ള പോലെ പാട്ട് പാടിക്കും. ഞാൻ പോട്ടെ. എന്നാലും കേസ് നമ്മൾ റസ്റ്റി പെഡലിലോക്കി കീ എടുത്തിട്ടുണ്ട്. നമ്മൾ കറങ്ങിയില്ല. എന്നാലും ഗ്രാനീനെ വിളിച്ച് നേരെ സിവറിലേക്ക് പോകും ഗൈസ്. എന്തായാലും നമ്മൾ തട്ടിയിടും. അപ്പോൾ ഗ്രാനി എന്തായാലും ഇങ്ങോട്ട് വരും. ഗ്രാനി ഇങ്ങോട്ട് വന്നാൽ ഞാനൊന്നും ചെയ്യില്ല, വിളിക്കും ഗ്രാനി കമോൺ. എന്തായാലും നമുക്ക് സിവറിലേക്ക് ചാടാം. ഹേ ഗ്രാനി കമോൺ ഇൻ ദ മീ ടു അല്ല ഗ്രാനി കമോൺ. എന്തായാലും ഞാൻ സ്കേപ്പ് പോകാൻ പോകല്ലേ ഗൈസ്. നമ്മളപ്പോൾ സിവറിലേക്ക് സക്സസ്ഫുള്ളി ആയിട്ട് ചാടിയിട്ടുണ്ട്. എന്തായാലും കേസ് നമുക്ക് റെസ്റ്റിപ്പെള്ളൊക്കെ എടുത്തിട്ടാണ് ചാടിയത്. നല്ല കാര്യമാണ്. അതായത് നമുക്ക് നേരെ ഓരോ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയിടാം. ആദ്യം ചെസ്റ്റ് നമ്പർ 1 റെസ്റ്റിപ്പെള്ളോക്കി, ചെസ്റ്റ് നമ്പർ 2 കട്ടിംഗ് പ്ലെയർ, ഓക്കെ. ചെസ്റ്റ് നമ്പർ 3 വുഡൻ സ്റ്റിക്ക്, ഓക്കെ. നമ്മളപ്പോൾ 3 ചെസ്റ്റ് നമ്പറും വിളിച്ച് ഇവിടെ ഇട്ടുണ്ട്. ചെസ്റ്റ് നമ്പർ 3 അവിടെ ഇട്ടുണ്ട്. ചെസ്റ്റ് നമ്പർ ഓക്കെ, ചെസ്റ്റ് നമ്പർ 2 എടുത്തിട്ടുണ്ട്. എന്തായാലും ചെസ്റ്റ് നമ്പർ 2 ഇവിടെ ഇട്ടുണ്ട്. എന്തായാലും കേസ് നമുക്ക് വുഡൻ സ്റ്റിക്ക് തന്നെ ഐശ്വര്യമായി ആദ്യം കൊണ്ടുപോയി വെക്കാം. നിലമ്പച്ച് അങ്ങോട്ട് പോകണ്ട് കേസ്. കുഴപ്പമില്ലേ, നമുക്ക് ആരപ്പേടി, നമ്മൾ കണ്ടപടി ഓടും. നമുക്ക് ആരപ്പേടി, നമ്മൾ ഓടി കേസ്. നമ്മൾ നിലമ്പച്ച് കണ്ടിട്ടില്ല, നോട്ട് എ പ്രോബ്ലം. നമ്മളെന്തായാലും പെട്ടെന്ന് പോയി കട്ടും പ്ലെയറും റസ്റ്റി പെഡ്ലോക്കി എടുത്തിട്ട് വരാൻ പോവാണ് ഗൈസ്. ഇവിടെ എന്ത് നടക്കും ആയിരിക്കും അറിഞ്ഞൂടാ ഗൈസ്. കട്ടിംഗ് പ്ലെയർ എടുത്തുണ്ട്. കണ്ടംവഴി എനിക്ക് ദേശത്തെ വഴി അറിയില്ലാന്ന്. കണ്ണം വഴി ഓടിക്കോ. നമ്മളിപ്പോൾ ദേശനും സോമനിക്കും വിളിച്ചിട്ട് കണ്ണം വഴി ഓടിയിട്ടുണ്ട്. എന്തായാലും ഇനി സെലിനമ്മച്ചി ഇങ്ങോട്ട് വരും ഉറപ്പാ. അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് പെഡ്ലോക്കി എടുത്ത് കണ്ടം വഴി ഓടാൻ പോണ്. ഏത് മൂഡ്? ഓടണ മൂഡ്. വന്നടാ, ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റ് പെഡ്ലോക്കി കിട്ടിയ ഗ്രാനി അല്ല സെലിനമ്മച്ചി ഓടി വരും ഗൈസ്, എനിക്ക് ഉറപ്പാ. നമ്മളപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പോണ് ഗൈസ്. ഫൈനലി നമ്മളങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഷോർക്കാൻ പോണ് ഗൈസ്. എന്താണ് എന്നെ പിടിക്കണ? എന്നാ വന്ന് പിടിച്ചോ. ക്ലൂ. സുരേഷ് തിരിഞ്ഞു നോക്കി. അതേപോലെ സെലിനെല്ലാം പറ്റി തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു ഗെയിം പ്ലെയർ. ഓക്കെ ഗൈസ്, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നേക്കാൾ മുമ്പ് ഇറ്റ്സ് മീ നിഞ്ച റോക്സ്റ്റാർ സൈനിങ് ഓഫ്. ബൈ ഗൈസ്. അപ്പം ഗ്രാനിയും സെലിന്തിലമ്മച്ചും വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. പോട്ടെ. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിടിച്ചോ പറ്റെങ്കിൽ. ഓക്കേ ബൈ.